ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഗോപ്രോയെ കുറിച്ചാണ്. നിക് വുഡ്മാൻ എന്നൊരു അമേരിക്കൻ യുവാവ് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ ഒരു ഗോപ്രോയുടെ ആശയം വരുന്നത്. അദ്ദേഹം ഓസ്ട്രേലിയ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സർഫിംഗ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് സർഫിംഗ്. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അതിന്റെ ഫോട്ടോസ് അതേപോലെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. മെമ്മറീസിന് വേണ്ടിയിട്ടുള്ള ഒന്നും അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് എത്തി. 2002 ഈ സംഭവം ഉള്ളത്. അങ്ങനെ അമേരിക്കയിലെത്തി അദ്ദേഹത്തിന്റെ ഒരു വോൾസ് വാഗൻ മിനി വാനിൽ അദ്ദേഹം പല സാധനങ്ങളും വിറ്റു. അങ്ങനെ അദ്ദേഹം 2004 വരെ ഫണ്ട് റേസ് ചെയ്തു. അദ്ദേഹം അതിനോട് പണിയെടുത്തു. അതേപോലെ തന്നെ കുടുംബവും പിന്നെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫണ്ട് നൽകി സഹായിച്ചു. അങ്ങനെ 2002 ഫസ്റ്റ് ക്യാമറ ലോഞ്ച് ചെയ്യുന്നത്. അത് ഒരു ഫിലിം ഇട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയായിരുന്നു. മെയിനായിട്ട് ഫോട്ടോസാണ് അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. 2006 അദ്ദേഹം ഡിജിറ്റൽ ക്യാമറ ഇറക്കുന്നത്. 2004 അദ്ദേഹം ഇറക്കിയ ഫസ്റ്റ് ക്യാമറ 2005 ആയപ്പോഴേക്കും 1 ലക്ഷം യൂണിറ്റുകൾ അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റും. പക്ഷെ 2006 ഇറക്കിയ രണ്ടാമത്തെ ക്യാമറയും ഗോപ്രോയുടെ ഫസ്റ്റ് ഡിജിറ്റൽ ക്യാമറയും പിന്നീട് 2007 ആയപ്പോഴേക്കും ആ കണക്ക് പെട്ടെന്ന് കൂടുകയായിരുന്നു. അങ്ങനെ അത് 3.7 മില്യൺ യൂണിറ്റുകളാണ് വിറ്റത്. അങ്ങനെ 2004 മുതൽ 2013 വരെ ഗോപ്രോയുടെ വളരെ നല്ല സമയമായിരുന്നു. ഗോൾഡൻ ഇറ ഓഫ് ഗോപ്രോ എന്നാണ് പറയുന്നത്. പിന്നീട് അവർ അതൊരു മീഡിയ കമ്പനി ആക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളായിരുന്നു. പക്ഷെ അത് ഫെയിലായി പോയി. ഒരു പബ്ലിക് പോയി എല്ലാം കൈവിട്ട് പോയി. പക്ഷെ അങ്ങനെ അവർ പലതും ഡ്രോപ്പ് ചെയ്ത് ഡ്രോണൊക്കെ ആ ടൈമിലായി തോന്നുന്നത് എല്ലാം ഫെയിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഗോപ്രോ കുറച്ചുകൂടി സീരിയസ് ആയി അവരുടെ ക്യാമറയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഗോപ്രോ ഹീറോ 7 ഇറങ്ങിയതും ഈ ഒരു ഇന്നോവേഷൻ വന്നതും. പക്ഷേ ഈ ഇത്ര ഇന്നോവേറ്റ് ആയ ക്യാമറ ആണെങ്കിൽ പോലും ഈ മറ്റേ എല്ലാ ക്യാമറയും പോലെ ഈ ക്യാമറക്കും കുറച്ച് ഇഷ്യൂസ്. അതിൽ ഒന്ന് ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. 4K ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഹീറ്റിംഗ് പ്രശ്നം. രണ്ടാമത്തത് ഇതിൻ്റെ ബാറ്ററിയാണ്. വളരെ മോശം ബാറ്ററി ലൈഫാണ്. പിന്നെ മൂന്നാമത്തത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ, അതേപോലെ വളരെ ബഡ്ജറ്റായിട്ട് നല്ലൊരു മൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ നാലാമത്തതാണ് അതിൻ്റെ ആക്സസറീസ്. ഒരു ഗോപ്രോ മേടിച്ച മറ്റേ ഏത് മുൻനിര ബ്രാൻഡുകളെ പോലെ തന്നെ ഗോപ്രോക്കും ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു ഗോപ്രോയുടെ ഇക്കോസിസ്റ്റം പലപ്പോഴും ഗോപ്രോ മേടിച്ച് കഴിഞ്ഞാൽ ബാറ്ററീസ് ഗോപ്രോയുടെ എല്ലാം വേറെ ഉപയോഗിക്കാൻ പറ്റും. തേർഡ് പാർട്ടി ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാമറ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. മാത്രമല്ല ഓവർ ഹീറ്റിംഗ് ആണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഓഫായി പോവുക. പിന്നെ അതേപോലെ തന്നെ അഡാപ്റ്ററുകൾ സെപ്പറേറ്റ് മേടിക്കണം. ഫാസ്റ്റ് അഡാപ്റ്റർ ഒരിക്കലും നോർമൽ ഫാസ്റ്റ് അഡാപ്റ്ററുകളൊന്നും വർക്ക് ചെയ്യില്ല. അതേപോലെ കേബിള്, അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഗോപ്രോക്ക് ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാറ്ററിൻ്റെ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാവുന്ന അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഈ റെക്കോർഡ് ബട്ടണൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബീപ്പ് സൗണ്ട്, ക്യാമറ ഓണാക്കി ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട്, അത് നമ്മൾക്ക് ഇല്ലാണ്ടാക്കി മൊത്തം സൈലൻറ്റിലേക്ക് ആക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇത് പ്രിഫറൻസിൽ പോവുക, അതിനുശേഷം ജനറലിൽ പോവുക, പിന്നെ ബീപ്പ് വോളിയം എടുക്കുക, അത് മ്യൂട്ട് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് വൈഫൈ നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ആക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫറൻസിൽ പോവുക, അതിനുശേഷം കണക്ഷൻസ് എടുക്കുക, അവിടെ വയർലെസ് കണക്ഷൻസ് എടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ആക്കുക. അതായത് നമ്മൾ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറ എപ്പോഴും ഈ നെറ്റ്വർക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ ഇതിൻ്റെ കണക്റ്റഡ് ഡിവൈസുകൾ, നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ മൊബൈൽ ഫോണിൻ്റെ ആ കണക്ഷൻ നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ മൊബൈലിലെ ആപ്പ് എപ്പോൾ ഓണാക്കുന്ന അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, കണക്റ്റ് ആവും. അപ്പോൾ അത് ഓഫായി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. ഇനി അടുത്തതാണ് ഇതിൻ്റെ GPS. അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വീണ്ടും പ്രിഫറൻസിലേക്ക് പോവുക, അതിനുശേഷം താഴേക്ക് പോവുക, എന്നിട്ട് റീജിയണിൽ എടുക്കുക, റീജിയണിൽ GPS എടുക്കുക, എന്നിട്ട് ഓഫാക്കുക. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈ സ്പീഡ്, അതേപോലെ ലൊക്കേഷൻ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഗോപ്രോയുടെ ക്വിക്ക് എന്ന ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കുന്നു.
അടുത്തതായിട്ട് നമുക്ക് വോയിസ് കമാൻഡ്സ് ഓഫ് ആക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഫസ്റ്റത്തെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വോയിസ് കമാൻഡ് ഓഫ് ആവും. വോയിസ് കമാൻഡ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ, അതായത് സ്റ്റാൻഡ് ബൈ മോഡിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് നമ്മളുടെ കമാൻഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഗോപ്രോയുടെ ഒരു ഓപ്ഷനാണ് ഗോപ്രോ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുക്കും. അതേപോലെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിർത്തും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ത് ചെയ്യുക, കുറക്കാം. അതിന് വീണ്ടും ഫ്രണ്ട്സിലേക്ക് പോവുക, അതിന് ശേഷം താഴേക്ക് പോവുക, ടച്ച് ഡിസ്പ്ലേ എടുക്കുക, അതിന് ശേഷം ബ്രൈറ്റ്നസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് കൂട്ടും ചെയ്യുക, കുറക്കുകയും ചെയ്യുക. ഞാനിത് എപ്പോഴും താഴെ വെക്കാറ്. അതിപ്പോൾ ഗോപ്രോയുടെ പുതിയ ഗോപ്രോയുടെ സ്ക്രീൻ വളരെ നല്ലൊരു സ്ക്രീനാണ്. അത്യാവശ്യം നല്ലൊരു സൺലൈറ്റിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അഥവാ ഇപ്പോൾ നമ്മളിപ്പോൾ സൺലൈറ്റിലൊക്കെ നല്ലൊരു സൺലൈറ്റ് നമ്മൾ ഈ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളെ കൈ ഇങ്ങനെ വെച്ചാൽ മതി, നമുക്ക് ആ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഗോപ്രോയുടെ ക്വിക്ക് ക്യാപ്ചർ എന്ന ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന നമ്പർ ഓഫ് പിക്ചേഴ്സ് അത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാമറ വീണ്ടും ഓഫാകും. അതായത് സ്റ്റാൻഡ് ബൈ മോഡിന് പോവാതെ അത് ഓഫായി കളയും. നെക്സ്റ്റ് ഫീച്ചറാണ് സ്ക്രീൻ സേവർ. അതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, പ്രിഫറൻസ് പോവുക, താഴെ പോവുക, ടച്ച് ഡിസ്പ്ലേ എടുക്കുക, ടച്ച് ഡിസ്പ്ലേ സ്ക്രീൻ സേവർ എടുക്കുക. അത് 1 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റാണ് 1 മിനിറ്റ്. നമുക്കത് അപ് ടു 3 മിനിറ്റ്സ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അത് ഓഫാക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗോപ്രോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ടൈം ലാപ്സോ അതുപോലത്തെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ 1 മിനിറ്റ് ശേഷം ഡിസ്പ്ലേ ഓഫ് ആവും. പകരം ഇവിടെ ഒരു റെഡ് ലൈറ്റ് പഴയതുപോലെ തന്നെ കത്തിക്കൊണ്ടേയിരിക്കും മുന്നിലും ബാക്കിലും. അതായത് നമ്മൾ ജസ്റ്റ് സ്ക്രീൻ വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്പ്ലേയിൽ എന്താ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് എക്സ്ട്രാ ബാറ്ററി മേടിക്കൽ. ഞാൻ ഇവിടെ 2 ബാറ്ററി ഗോപ്രോയുടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗോപ്രോയുടെ ഫ്യൂഷൻ്റെ ബാറ്ററിയാണ്. പിന്നെ ഗോപ്രോ എന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഗോപ്രോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടബിൾ സാധാ പവർ ബാങ്ക് തന്നെയാണിത്. പിന്നെ വളരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഗോപ്രോയുടെ ഡുവൽ ബാറ്ററി ചാർജർ. ഇതിലൂടെ ഒരു ബാറ്ററിയും എക്സ്ട്രാ കിട്ടും. പിന്നെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഒന്നിലധികം ബാറ്ററി വേണ്ടി വരും. അപ്പോൾ സാധാ ഗോപ്രോൻ്റെ കൂടെ ഇതും ഈ ഒരെണ്ണം മേടിച്ചാൽ മതി. നമുക്കത് ബാക്കപ്പ് ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു ആക്സസറി ഉണ്ട്, അത് ഇവിടെ ഇല്ല. അതാണ് ഗോപ്രോയുടെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ. അത് സാധാ ഗോപ്രോ ചാർജിൻ്റെ ഇരട്ടി വേഗതയിൽ അത് ബാറ്ററി ചാർജ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ.